4-5 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരിനെ ഒരു മിക്സി ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു നല്ല ജീരകം അതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അത് അരിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതേ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 കൈപ്പിടി അളവിലുള്ള ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അതും അരച്ചതിന് ശേഷം ആ പച്ചരിയുടെ കൂട്ടിലേക്ക് അതും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 2 കൈപ്പിടി അളവിലുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ മാവിനെ അതിലേക്ക് ഒഴിച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. നല്ല അടിപൊളിയുള്ള ചക്കപ്പാണ് കേട്ടോ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടാകും.